അത് എന്തായാലും ദുഃഖകരമായൊരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. പക്ഷെ ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് ആർക്കും ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീട്ടിൽ പോയാലും നമുക്കറിയാൻ കഴിയില്ല എൻ്റെ ഒരു സാഹചര്യം എന്താണെന്നുള്ളത്. അല്ല, ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇതാണ് കാരണം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്താണെങ്കിലും ആ കാരണം പരിശോധിക്കേണ്ടത് തന്നെ അവരുടെ സാഹചര്യവും. പിന്നെ ഇപ്പോൾ ട്രാക്കോ കേബിള് ഗൗരവമായ പ്രതിസന്ധി നേരിടുന്ന സ്ഥാപനമാണ്. ഗവൺമെൻറ്റിനും അത് നല്ല ധാരണയുണ്ട്. 245 കോടി രൂപയാണ് ട്രാക്കോ കേബിളിൻ്റെ സഞ്ചിത നഷ്ടം. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 30 കോടി രൂപ സഹായമായി തന്നെ ട്രാക്കോ കേബിളിന് നൽകിയിട്ടുണ്ട്. അത് ഗവൺമെൻറ് സഹായം പര്യാപ്തമല്ല എന്ന് വന്ന ഘട്ടത്തിൽ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് കടം എന്ന രൂപത്തിൽ 14 കോടി രൂപ ഈ സ്ഥാപനത്തിന് നൽകിയിട്ടുണ്ട്. ഈ സ്ഥലം ഗവൺമെൻറ് പട്ടയത്തിന് കൊടുത്തിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിന് വിൽക്കാൻ കഴിയില്ല. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സഹായം നൽകാനായിട്ട് ഇത് കൈമാറാൻ കഴിയുമോ എന്നതാണ് ഗവൺമെൻറ് പരിശോധിച്ചത്. ഇൻഫോ പാർക്കിന് ഇത് കൈമാറി അതിൽ നിന്ന് ആ ഒരു കണ്ടീഷനിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഇൻഫോ പാർക്കിൽ നിന്നുള്ള ഫണ്ടിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് ഇവിടെ ഈ സ്ഥാപനം തിരുവല്ലയ്ക്കും അതുപോലെ പിണറായിക്കും വേണ്ടി അത് മെച്ചപ്പെട്ട രൂപത്തിലേക്ക് കൊണ്ടുവരിക. ഇനി പോകാൻ കഴിയാത്ത തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവർ പ്രത്യേക കേസായി പരിഗണിച്ചിട്ട് അവർക്ക് കഴിയാവുന്ന സഹായം നൽകുക. വിരമിച്ച തൊഴിലാളികളുടെ നൽകാനുള്ള മറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസസ് എല്ലാം അഡ്രസ്സ് ചെയ്യുക. ഇതായിരുന്നു ആ കാഴ്ചപ്പാടിന് പുറകിലുള്ളത്. അത് യൂണിയനുകളുമായി ചർച്ച ചെയ്തു. അവർ തത്വത്തിൽ അത് അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നവും പൊതുമേഖലാ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ളതായതുകൊണ്ട് ട്രേഡ് യൂണിയനുകളുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ യോഗം വിളിച്ചിരുന്നു. എല്ലാ നേതൃത്വവും ഇപ്പോൾ INTUC, ശ്രീ ചന്ദ്രശേഖരൻ, എളമരം കരീം, അങ്ങനെ സ്റ്റീവൻ്റെ റഹ്മത്തുള്ള എല്ലാ നേതൃത്വവും വന്നിരുന്നു. അവരും ഇൻ പ്രിൻസിപ്പിൾ അവരും ഇതിനോട് അംഗീകരിച്ചിരുന്നു. ബാക്കി വിശദമായി തന്നെ ഒരു ഇതിൻ്റെ റിവൈവൽ പാക്കേജിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ രൂപവും ഇനി എങ്ങാനും തൊഴിലാളികൾക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും, ഈ രണ്ട് പ്രശ്നങ്ങളും വെച്ച് ഒരു മീറ്റിംഗ് കൂടി യൂണിയനുകളുമായിട്ട് ചേരണം എന്ന് അന്ന് കണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഹൈക്കോടതിയിൽ 2 യൂണിയനുകൾ, ഇവിടെ ഇരുമ്പനത്തെ അല്ല, ഇതുമായി ബന്ധപ്പെട്ട് 2 യൂണിയനുകൾ കേസ് കൊടുക്കുകയുണ്ട്. ഇത് വിൽപ്പന തടയണം, ഇത് ആഗോള ടെൻഡർ വിളിക്കണം. അപ്പോൾ ഈ ആദ്യത്തെ മിനിറ്റ്സിനകത്ത് വിൽപ്പനയാണെങ്കിലും എഴുതിയിട്ടുള്ളതെങ്കിലും ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ യോഗത്തിൽ നമ്മൾ വ്യക്തത വരുത്തി നമ്മൾ വിൽക്കാൻ കഴിയില്ലത്. കാരണം ഗവൺമെൻറ് തന്നെ പട്ടയത്തിന് കൊടുത്തിട്ടുള്ള ഭൂമിയാണ്. യഥാർത്ഥത്തിൽ കമ്പനി എങ്ങാനും ക്ലോസ് ചെയ്യേണ്ടി വന്നാൽ ഗവൺമെൻറ്റിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. അപ്പോൾ ഒരു പൈസയും നമുക്ക് ഗവൺമെൻറ് ഈ കമ്പനിക്ക് കിട്ടില്ല. പക്ഷേ ഇതൊരു പ്രത്യേക കേസായി പരിഗണിച്ചിട്ട് ഇൻഫോ പാർക്കിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇൻഫോ പാർക്ക് സാധാരണഗതിയിൽ ഈ സ്ഥലമൊക്കെ ഏറ്റെടുക്കുമ്പോൾ വാങ്ങുന്ന പണം അത് ഈ കമ്പനിക്ക് നൽകിയാൽ നമുക്കൊരു പൊതുമേഖലാ സ്ഥാപനത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയും. ഇതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാടായിട്ടുണ്ടായിരുന്നത്. അതിന് റവന്യൂ വകുപ്പിൻ്റെയും ക്യാബിനറ്റിൻ്റെ എല്ലാം അംഗീകാരം വേണം. പക്ഷേ അപ്പോൾ തൊഴിലാളികൾ ചിലർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ഹൈക്കോടതിയിൽ കേസ് കാരണം പിന്നെ അതിൻ്റെ ഒരു തീരുമാനത്തിലെത്താതെ തുടർ നടപടിയിൽ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും മറ്റ് പാക്കേജും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യണമെന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇപ്പോൾ PF അടച്ചിട്ടില്ലെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വായ്പ എടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ വേറെ നമ്മൾ നോക്കേണ്ടതാണ്. അത് നിങ്ങളുടെ കുടുംബവുമായിട്ട് സംസാരിച്ചാലേ അതിനറിയാൻ കഴിയുള്ളൂ എന്തൊക്കെയാണ് എൻ്റെ പശ്ചാത്തലം എന്നുള്ളത്, അവരുടെ മറ്റ് പശ്ചാത്തലങ്ങൾ എന്താണ്, കുടുംബത്തിന് മറ്റ് വരുമാന മാർഗ്ഗങ്ങളുണ്ടോ, അതെല്ലാം തന്നെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ MD ഉൾപ്പെടെയുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ പോവുകയും അവരുടെ കുടുംബമൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. മറ്റ് തൊഴിലാളികളും പോയിട്ടുണ്ട്. എന്നാൽ ട്രാക്കോ കേബിളിൻ്റെ പ്രശ്നം ഇതാണ്. ഇപ്പോൾ 14 കോടി തന്നെ നമ്മൾ പൊതുമേഖലാ സ്ഥാപനത്തിന് വരെ കടമെടുത്ത് കൊടുത്തു. അപ്പോൾ ഇത് എല്ലാവരും നിയമസഭയിൽ തന്നെ ഈ കാര്യം ഞാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇങ്ങനെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പൊതുവെ അതിനോട് നല്ല സ്വീകാര്യതയാണ്. പക്ഷെ അപ്പോൾ തന്നെ ചിലർ കോടതി കേസ് പോയതുകൊണ്ട് ഇനി കോടതിയുടെ തീരുമാനമുള്ളതുകൊണ്ട് ഇൻഫോ പാർക്കിനും അതിനെ സംബന്ധിച്ച് ആശങ്കയുണ്ട് നാളെ ഇതായിട്ടുണ്ടെങ്കിലും. മറുവശത്താണെങ്കിൽ NCLT കേസെടുക്കുകയാണ്. ഞങ്ങൾ തന്നെ ഇവരോട് പറഞ്ഞു NCLT ഇപ്പോൾ പഴയ പോലെയല്ല. നമ്മളിപ്പോൾ ഒരു സാധനം ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങി ആ പണം കൃത്യമായി കൊടുത്തില്ലെങ്കിൽ അവർ NCLT പോയാൽ നേരെ അറ്റാച്ച്മെൻറ്റിലേക്ക് പോകും. അപ്പോൾ പിന്നെ ഈ സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അത്രയും വേഗത വേണമെന്നുള്ള കാര്യം അവരോട് അഭ്യർത്ഥിച്ചിരുന്നതാണ്. പക്ഷെ പൊതുവെ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് 38 ഏക്കർ ഭൂമിയുണ്ട്. അതിന് വലിയ കോടികൾ വിലമതിക്കുന്ന ഒരു ഭൂമിയുമാണ്. ഇൻഫോ പാർക്കിന് കൊടുത്താൽ സഹായമാകും. പക്ഷേ ഒരു 250 കോടിയോളം രൂപയുടെ ബാധ്യത ഇപ്പോൾ ഈ ട്രക്കോ കേബിൾസിനുള്ളൂ. പക്ഷേ ഈ പണം സർക്കാർ നൽകി സഹായിക്കുക, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എടുക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു സഹായം കിട്ടുകയാണെങ്കിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാനാവുന്നല്ല. ഭൂമി കൈമാറ്റം ചെയ്യുക എന്നുള്ളതിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അല്ല, എങ്ങനെ ഇപ്പോൾ പരിഹാരം? സർക്കാരിന്റെ ഭാഗത്ത് റോ മെറ്റീരിയൽസ് എടുക്കാനായിട്ടുള്ള അതെ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ 30 കോടിയോളം കൊടുത്തു കഴിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി സംരക്ഷിക്കുക എന്നാണ് ഗവൺമെൻറ് കാഴ്ചപ്പാട്.
KSEB ഒരു പൊതുമേഖലാ സ്ഥാപനം ആയതുകൊണ്ട് അവരിപ്പോൾ ടെൻഡർ വിളിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നേരത്തെ ഗവൺമെൻറ് എന്ന നിലയിൽ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് അവരും ടെൻഡറിലേക്കാണ് പോകുന്നത്. അവർക്കും ഏതാണോ മെച്ചപ്പെട്ട് കിട്ടുന്ന അതിലേക്ക് പോകും. നമുക്ക് കൃത്യസമയത്ത് കൊടുക്കാൻ വരാതെ വരുമ്പോൾ നഷ്ടം വരും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്ഥലമാണ്, അത് വിൽക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ ഒരു പാക്കേജ് നമ്മൾ 255 കോടിയാണ് അക്യുമുലേറ്റ് ലോസ്. നമ്മൾ 255 കോടി ഒരു കമ്പനിക്ക് നേരെ ഗവൺമെൻറ് കൊടുക്കാൻ പറ്റും. ഈ ബാങ്ക് വായ്പയ്ക്ക് ഗ്യാരണ്ടി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സർക്കാർ ആലോചിച്ചിരുന്നു? അതായത് ബാങ്ക് വായ്പ എടുക്കാൻ പറ്റുന്ന ബുക്കില്ലല്ലോ. കഴിഞ്ഞ 15 വർഷം നിങ്ങളിപ്പോൾ എൻ്റെ കയ്യിലും ഡീറ്റെയിൽസ് മുഴുവനുണ്ട്. സർക്കാർ ഗ്യാരണ്ടി കൊടുത്താലും ബാങ്കുകൾ തരില്ല. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയാണ് അവർ ആദ്യം നോക്കുക. നമ്മൾ 245 കോടി അക്യുമുലേറ്റഡ് ലോസ് ഉള്ളതും NCLT-യിലാണെങ്കിൽ പല കേസുകൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനത്തിന് നമുക്ക് ബാങ്കുകൾ ലോൺ കൊടുക്കില്ല. നമ്മളിപ്പോൾ പൊതുവെ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ പൊതുമേഖല സംരക്ഷിക്കാൻ വേണ്ടി 200 കോടി രൂപയിലധികം ബാധ്യത ഇലക്ട്രിസിറ്റി ബോർഡിന് പൊതുമേഖലാ സ്ഥാപനം നൽകാനുള്ളത് KSEB ഗവൺമെൻറ്റിന് നൽകേണ്ട ഡ്യൂട്ടി ഉണ്ടല്ലോ, ആ ഡ്യൂട്ടിക്ക് എഗെയിൻസ്റ്റായിട്ട് നമ്മളിപ്പോൾ എഴുതി തള്ളി. 200 കോടി രൂപയിലധികം ബാധ്യത പൊതുമേഖലാ സ്ഥാപനങ്ങൾ KSEBക്ക് അടയ്ക്കേണ്ടതാണ്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എങ്ങനെ ലാഭത്തിലാക്കാം, ഇതാണ് ഗവൺമെൻറ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെയാണ് ഒരു ഘട്ടത്തിൽ ഞാൻ ചുമതലയെടുത്ത ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയാണെന്ന് പറഞ്ഞാൽ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിന് 14 കോടി നമ്മൾ കടമെടുത്ത് കൊടുത്തു. ഒരു വർഷത്തിനുള്ളിൽ ഓർഡറിൻ്റെ സപ്ലൈ കെട്ടിട്ടുമ്പോൾ ആ പണം തിരിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇതുപോലെ ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്താൽ മതിയല്ലോ എന്ന് ചോദിച്ച പോലെ അന്ന് നമ്മൾ 14 കോടി എടുത്തു കൊടുത്തു. പക്ഷെ 1 രൂപ പോലും തിരിച്ചു കൊടുക്കും. അപ്പോൾ ആ സ്ഥാപനം പ്രതിസന്ധിയിലോ. അതുകൊണ്ടാണ് ഇതിലിപ്പോൾ നമ്മൾ ഈ സ്ഥാപനം പ്രവർത്തിക്കാതിരിക്കുമ്പോഴും അന്നത്തെ യോഗത്തിൽ വന്നൊരാവശ്യമാണ്, ഓണം വരുന്നു, അതുകൊണ്ട് മിനിസ്റ്റർ ഒരു ഉറപ്പ് നൽകണം എന്ന് പറഞ്ഞു. ആ ഉറപ്പ് ഞാൻ കൊടുത്തു. ആ മാസം തന്നെ 1 മാസം ശമ്പളവും കൊടുത്തു. നമുക്ക് ഇത്തരം സ്ഥാപനങ്ങൾ കൊടുക്കുന്ന എക്സ്ഗ്രേഷ്യയും അവിടെ ബോണസുമായി ബന്ധപ്പെട്ട ഫെസ്റ്റിവലിന് അതും കൊടുത്തു. എന്നുവെച്ചാൽ അവിടെ വർക്ക് ചെയ്യുന്നില്ല, നഷ്ടത്തിലാണ്, തുടർച്ചയായ നഷ്ടത്തിലാണ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഈ മാസവും അര മാസത്തെ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ കുടിശ്ശിക ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ തൊഴിലാളികൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ നടത്തണമല്ലോ, അതുകൊണ്ട് നമ്മൾ അരമാസത്തെ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് സർക്കാരിന് സാധ്യമാകുന്ന രൂപത്തിലൊരു ശാശ്വതമായ പ്രപ്പോസലാണ് മുന്നോട്ട് വച്ചത്. ആ പ്രപ്പോസലിന് എല്ലാ യൂണിയനുകളും പൊതുവെ അംഗീകരിച്ചതാണ്. എന്നാൽ ഈ കോടതി ഇൻഫോ പാർക്കിന് കൈമാറുമ്പോഴും ഇത് ഗവൺമെൻറ് സ്ഥലം, മറ്റും ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റവന്യൂ, ധനവകുപ്പ്, ക്യാബിനറ്റ് എല്ലാം അംഗീകാരം വേണം നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായി ഇതിന് അഗൈൻസ്റ്റ് കിട്ടണമെങ്കിൽ. അല്ലെങ്കിൽ സാധാരണ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഈ സ്ഥലം ഗവൺമെൻറ്റിലേക്ക് തിരിച്ചു പോകുള്ളൂ, പട്ടയത്തിലുള്ളതാണ്. എന്നാൽ നമ്മൾ നേരത്തെ ടെൽക്കിന് ഇതുപോലെ പ്രതിസന്ധി വന്നപ്പോൾ നമ്മുടെ KSIDC ഇൻഗലിനും കൂടി ഒരു ഭാഗം ഇതുപോലെ കൺവേർട്ട് ചെയ്ത് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് കിട്ടിയ ഫണ്ട് വെച്ചിട്ട് അപ്പോൾ അതൊരു മാതൃകയാക്കി എടുത്തിട്ട് ഇതിന് ഗവൺമെൻറ് സഹായിക്കേണ്ടതുണ്ട്. അപ്പോൾ അതോടുകൂടി മറ്റ് 2 യൂണിറ്റ് ശക്തിപ്പെടുത്താൻ കഴിയും. അപ്പോൾ നമ്മളൊരു സ്ഥാപനത്തെക്കുറിച്ച് എങ്ങനെ ശക്തിപ്പെടുത്താം അത് നോക്കി വന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലപാടിലേക്ക് പോയത്. എന്നാൽ കേസുകൾ വന്നതോടുകൂടി അതേ വേഗതയിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. ആ ഭാഗവും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. മറ്റ് PF-ന് ലോൺ എടുക്കാൻ ഇപ്പോൾ എന്തെങ്കിലും വിഭാഗാവശ്യം വരുന്നു, മറ്റു കാര്യങ്ങൾ വരുന്നു, അടയ്ക്കുന്നതിൽ കുറച്ച് മുടക്കൊക്കെ ഉണ്ടെന്നുള്ള ശരി തന്നെയാണ്. പക്ഷെ അതിനൊന്നും ലോൺ എടുക്കാനൊന്നും അതിന് വേറെ തടസ്സം വരില്ല. ഇപ്പോൾ എന്തെങ്കിലും വിഭാഗം ആവശ്യം വന്നാൽ നിങ്ങൾക്ക് PF-ന് ലോൺ എടുക്കാം. അവർ നിങ്ങളുടെ നേരത്തുള്ള പണം ഗവൺമെൻറ് കമ്പനിയുടെയും കൂടിയാണല്ലോ. ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇതെന്തായാലും ഗവൺമെൻറ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ ഇപ്പോൾ ഇതാണെന്ന് ഞാൻ